ഗുരുവായൂരപ്പ, ഈ വരുന്നതാരാ? സുപ്രീം കോർട്ടിലെ അഡ്വക്കേറ്റ് ആനന്ദ് ശർമ്മയാ. താൻ പത്രം ഒന്നും വായിക്കാം? ഏതായാലും സല്യൂട്ട് ചെയ്യല്ലേ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഗണേഷ്. I am advocate Anand Sharma. Please release them. அந்த போலீஸ்காரனை பத்தி தானா சொன்னேன். ஏ கட்சிக்காரர் வடக்கன் வீட்டில் கொச்சுஞ்சுண்ட பெயில் ஆர்டர் என்ற கையில் இருக்கு. കൊള്ളാം. സുപ്രീം കോർട്ടിലെ ഈ സാറിന് അവിടെ വേറെ പണിയൊന്നുമില്ലേ? இருக்கும், எப்போவாவது அப்பப்ப இருக்கும். அதை ஒரேடியா மறந்துடக்கூடாதுதான் இப்ப ഞാൻ ഇവിടെ വന്നത്. എന്റെ പൊന്ന് ശർമാജി, ഈ വരവിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? തെറ്റ് 100% കൊച്ചുകുഞ്ഞിന്റെ ഭാഗത്താ. മൂക്കറ്റം കള്ളും മോന്തി വണ്ടി ഓടിച്ചതും പോരാഞ്ഞിട്ട് അബോധത്തിൽ ഈ നിൽക്കുന്ന ആർ ഗണേശൻ സാറുമായിട്ടൊരു കരമിടപാട് നടക്കുകയും ചെയ്തു. പക്ഷെ കണ്ണി കുത്തിയാ കാണാതിരുട്ടായതുകൊണ്ട് നമ്മുടെ അച്ചു അല്ലാതെ വേറെ ആരും ആ ഇടപാടിന് സാക്ഷ്യം വഹിച്ചില്ല. അയ്യോ, തുന്നലുണ്ടോ സാറേ? ബഹുമാനമുണ്ട് സാർ. നിങ്ങളുടെ ഈ കക്ഷി നിയമം തെറ്റിക്കുക മാത്രമല്ല ചെയ്തത്, അന്തസ്സായി ജോലി ചെയ്യാൻ ഇറങ്ങിയ ഒരു പോലീസ് ഓഫീസറെ അതിക്രൂരമായി ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു എഫ്ഐആർ കൂടി ഞാൻ ഇവന്റെ പേരിൽ എഴുതി ചേർത്താ പിന്നെ ഈ നീളം കവർ മതിയാവില്ല. സാറിന് ഇവനെ ഇവിടുന്ന് അങ്ങോട്ട് ഇറക്കി കൊണ്ടുപോവാൻ. കറക്റ്റ്. ரொம்ப സിൻസിയർ പോലീസ് ഓഫീസറിന് സാർ ഇപ്പൊ പറഞ്ഞു. അതേ നേരത്തില് ഇന്നലെ രാത്രി ഡ്യൂട്ടിക്ക് ഇറങ്ങിയ സാറും സാറിന്റെ സഖാക്കളും തൊഴിലില് എவ்வளோ பக்தியா உண்மையா ஆத்மார்த்தமா இருந்தீங்க நிரூபிக்கிறதுக்கு எனக்கு ஒரு சந்தர்ப்பம் கிடைச்சிருக்கு. அதை நான் நிரூபிக்க வேண்டாமா? எவ்ரி டைம் யூ cannot be high, you know. സോറി ശർമാജി, ഒരല്പം ലേറ്റായി. நோ நோ, யூ ஆர் ஆன் டைம். டாக்டர், எனக்கு இவரையும் இவர் கூட இருக்கிற எல்லாருடைய பிளட்டும் டெஸ்ட் பண்ணி இவங்க உடம்புல எவ்வளவு ஆல்கஹால் இருக்குன்னு தெரியணும். മനസ്സിലായില്ല. ഇന്നലെ തണ്ണി പോട്ടിട്ട് വണ്ടി ഓട്ടിയ എന്റെ കക്ഷിക്കാരനെ നീങ്ക പിടിക്കുമ്പോൾ നീങ്ക എല്ലാരും എത്ര മാത്രം തണ്ണി പോട്ടതുங்கிறத ഞാൻ അറിയണം. അതുക്കப்புறம் എந்த மாதிரி FIR എഴുതணுங்கிறத ഞാൻ പറയും. ഡോക്ടർ കുത്തുങ്ങ. ഇന്നലെ ചെക്കിങ്ങിന് ഇറങ്ങിയപ്പോ മാഹിന്ന് ദർശനം കഴിഞ്ഞു വരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഉദിച്ച വക കിട്ടിയ പുള്ള് പോട്ട് കാലിയാക്കുമ്പോ ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്. അതിൽ ഞാനും കഴിച്ചു പോയി 4 എണ്ണം. സാർ എത്ര കഴിച്ചത് എനിക്ക് അറിഞ്ഞൂടാ, അത് സാറിനോട് തന്നെ ചോദിച്ചാ മതി. തൊഴിലില് ഇவ்வளவு போதையா இருக்கிற உங்களுக்கு இப்ப தெரியணுமே FIR எப்படி எழுதணும்னு. അല്ല, അത് പിന്നെ நமக்கு வேற வேலை ஒண்ணு இல்ல பாருங்க. அதனாலதான் இந்த பெரிய கவரோட இந்த சின்ன ஆளை கூட்டிட்டு போலான்னு வந்தேன். வரட்டுமா? ഉള്ളത് പറയാലോ സാറേ, നല്ല സാധനം വല്ലോ മേടിച്ചടിച്ച അത്ര പെട്ടെന്ന് മണം പിടിക്കുകയില്ല. എന്നാൽ ഇന്നലെ സാറ് മുഖാമുഖം വന്ന് ഊതിക്കോ എന്ന് പറഞ്ഞപ്പോഴേ ഓസിനടിച്ച ആ കൂതറ സാധനത്തിന്റെ മണം എനിക്ക് കിട്ടി. മോനൊന്നും അതേ ജംഗ്ഷനിലാണോ ഡ്യൂട്ടി? അയ്യോ, കരയില്ലടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഈ ആനന്ദ് ശർമ്മയ്ക്ക് എന്താ വേറെ പണിയൊന്നുമില്ലേ? സുപ്രീം കോർട്ടിൽ നിന്ന് ഇവിടെ വരെ വന്ന് ഇവനെ പോലുള്ളടത്തിന് വക്കാലത്ത് പറയാൻ? ഇതൊന്നുമല്ല, അങ്ങേരെ പോലെ വേഷം കെട്ടി ഇറങ്ങി പുറപ്പെട്ട വല്ല നാടകന്മാരായിരിക്കും. വിഡിത്തം പറയാത്തരാ. ആ വന്നുപോയത് ആനന്ദ് ശർമ്മ തന്നെയാ. സ്റ്റേഷനിൽ നിന്ന് അമ്മ അഫൻ ഗണേശ് എന്നെ വിളിച്ച് പറഞ്ഞതാ. ഇന്നത്തോടെ അവന്റെ ശല്യം അങ്ങ് തീരുമെന്ന് വിചാരിച്ചാ, അതിനു പകരം അവനങ്ങ് ഷൈൻ ചെയ്തു. പണ്ടാറടങ്ങാനായിട്ട് വല്യപ്പന്റെ ഒസ്യത്ത് പ്രകാരം പ്രമാണത്തിലോട്ട് അവൻ ഒപ്പ് വെച്ചാലേ വീതമൊപ്പ് നടക്കത്തുള്ളൂ. ഇതിപ്പോ പന്നിങ്ങനെ വിലം കടിച്ചു നിന്ന പ്രൈവറ്റ് ഹാർബർ ഒലത്തി കൊടുക്കാൻ ഞങ്ങളുമുണ്ടെന്നും പറഞ്ഞ് 300 കോടിക്ക് കരാർ ഒപ്പിട്ടതും 30 കോടി അഡ്വാൻസ് കൊടുത്തതും എല്ലാം ചേർത്ത് ആ ബോംബെ പാർട്ടി നമ്മുടെ ഒസ്യത്ത് എഴുതും. അടുത്ത ആഴ്ച അവന്മാരുടെ ലാസ്റ്റ് മീറ്റിംഗ്, അത് മറക്കണ്ട. രണ്ടാമത്തെ പേയ്മെന്റ് അണ്ണാക്കിലുടക്കി. ഇനി മൂന്നാമത്തേത് മൂട്ടുടക്കുന്നതിന് മുമ്പ് എന്നെ വെച്ച് തീരുമാനിച്ചേക്കണം. തന്തമാര് ഇതിന് ഇടയ്ക്ക് നിൽക്കുന്നുണ്ട ഈ മര്യാദ. അതല്ലേൽ ഭാഗം വെപ്പും ശവമടക്കുമെല്ലാം ഒരുമിച്ച് നടന്നേനെ. ആ, ജോക്കുട്ടനെത്തി. കരിമീൻ പൊള്ളിച്ചതും റെഡി. നീ എന്ന് വാതിലോർക്ക്. കുട്ടനല്ല, കുഞ്ഞാന്നേ, കൊച്ചു കുഞ്ഞ്. അടി അടി. എന്റെ മാതാവേ, ഇത് കൊള്ളാലോ. വടക്കൻ വീട്ടിൽ തറവാട്ടിലെ ഫാവി പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സ് എല്ലാരും കൂടെ ഇങ്ങനൊരു വട്ടമേശ സമ്മേളനം നടത്തുന്ന ഞാൻ ആദ്യമായിട്ട് കാണുന്നു. കൊച്ചുകുഞ്ഞിനൊരു കസേരയും വീശാൻ 2 പെഗും ഉണ്ടെങ്കിൽ ഒന്ന് കൂടിത്തരാം എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയതാ. അങ്ങനെ ഒരു കസേരയും 2 പെഗും വെച്ച് വീശി അർമാദിക്കുന്ന തന്തമാർക്കുണ്ടായതല്ല ഞങ്ങള്. അതുള്ളതാ. കാര്യം വക്കീല് കള്ളനാണേലും ഇപ്പൊ പറഞ്ഞുള്ളതാ. തന്തമാർക്കല്ല ഈ നിൽക്കുന്ന പിള്ളേർ ആരും ഉണ്ടായതെന്ന് എനിക്ക് പണ്ടേ മനസ്സിലായി. കൊച്ചുകുഞ്ഞിനെ ഇടിച്ച് പദം വരുത്തിയേച്ച്
ഈ നെഞ്ചത്തോട്ട് കൃഷി ഇറക്കി അങ്ങനെ ഇപ്പൊ ആരും വിളവെടുപ്പ് നടത്തണ്ട. നടക്കുകയല്ല. കുരിശുപള്ളി മാതാവാണെ നടക്കുകയല്ല. ഇപ്പൊ രണ്ടെണ്ണം കേറിയച്ചാണ് ഞാൻ ഇങ്ങോട്ട് കേറി വന്നതെങ്കിൽ കളക്ടറാണ് SP ആണെന്നൊന്നും ഞാൻ നോക്കിയാലായിരുന്നു. ഇടിച്ച് കൂമ്പ് കലക്കി രക്തം മുള്ളിച്ചാണ് ഞാൻ. വന്ന് മുള്ളിക്കടാ. ചവിട്ടി നിന്റെ ആടിയാധാരം കലക്കും ഞാൻ. ഭാഗം വെപ്പ് മാത്രം മനസ്സിൽ കണ്ട ആക്രാന്തം മൂത്തിട്ട് ചേട്ടായിക്ക് ഇപ്പൊ എന്നാ കണ്ടാലും അടിയാധാരം എന്നൊരു ചിന്തയുള്ളൂ. ചേട്ടായിയേ, എനിക്ക് മാത്രമല്ല ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ട് അടിയാധാരം. ഇനി ഒരടി മുമ്പോട്ട് വെച്ച ചവിട്ടി അടിപ്പണ്ടം കലക്കി കൈ തരിഞ്ഞാൻ. എങ്കി ഇങ്ങോട്ട് വേണം. നീ വടതണ്ടി കൊച്ചുഞ്ഞിനോടാ കളി. ഒരാവർത്തി കൂടി എല്ലാരോടും പറയാ, വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിനോട് ഉടക്കാൻ നിക്കല്ലേ, ഒടച്ച് കൈ തരിഞ്ഞാൻ. അപ്പൊ ശരി. അയ്യോ, നീയായിരുന്നു. ആദ്യ കാഴ്ചയിലെ ആകാശം കണ്ടപ്പോ എനിക്ക് തോന്നി നീ ആയിരിക്കുമെന്ന്. എന്നതാ മുഖത്തെ മേഘപാളികൾക്ക് ഒരുതരം മൂടൽ. വിശദീകരണം കിട്ടാൻ നിന്റെ ISROയിലെ ഏതെങ്കിലും നായരെ ഞാൻ വിളിച്ച് ചോദിക്കണോ? പോടാ കള്ളൂടിയ. 11 മണി കഴിഞ്ഞിട്ടും ഒരെണ്ണം പോലും അടിക്കാത്ത നീയൊക്കെ എവിടത്തെ കള്ളൂടിയനാടാ. കൊള്ളാം, നല്ല കാമുകി. എന്നും ഇങ്ങനെ തന്നെ വേണം. അതിരിക്കട്ടെ, ഇപ്പോഴത്തെ ഈ വരവിന്റെ ഉദ്ദേശം എന്താണാവോ? അതൊക്കെ ഉണ്ടടാ മോനെ. ഇനി മുതൽ ഈ ഹെലൻ വർഗീസ് ഡോക്ടർ ഹെലൻ വർഗീസാ. മനസ്സിലായോ? അതിനിടയ്ക്ക് നീ ഡോക്ടറോ ആയോ? അതേതായാലും നന്നായി. വല്ലപ്പോഴൊക്കെ എനിക്ക് എന്റെ ലിവർ ഒന്ന് ചെക്ക് ചെയ്യാലോ. ആ ഡോക്ടർ അല്ല മോനെ ഈ ഡോക്ടർ. ഇത് നിന്റെ ആമാശയം ചെക്ക് ചെയ്യുന്ന ഡോക്ടർ അല്ല, ആകാശം പരിശോധിക്കുന്ന ഡോക്ടറാ. ഡോക്ടറേറ്റ്, PhD, ISROയിലെ ജൂനിയർ സയന്റിസ്റ്റുകളിൽ ആദ്യം ഡോക്ടറേറ്റ് കിട്ടിയ ആളാ ഞാൻ. ആ ക്രെഡിറ്റ് കിട്ടിയ വകയില് ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചു. അത് സംശയിക്കണ്ട, ചെലവൊക്കെ എന്റെ വകയാ. നിന്റെ കയ്യിൽ ഒന്നും ഉണ്ടാവത്തില്ലല്ലോ. അതല്ല, അവിടെ നിന്റെ ഡാഡിയും മമ്മിയൊക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട് നിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പഞ്ചിന് വേണ്ടി. കാലങ്ങൾക്ക് ശേഷം പൊന്നാരമോള് വടക്കൻ വീട്ടിൽ തറവാട്ടിലേക്ക് തിരിച്ചെത്തുന്നതല്ലേ. നമ്മളായിട്ട് എന്തിനാ പഞ്ചില്ലാതാക്കുന്നത്? അതുകൊണ്ട് നീ ആദ്യം അങ്ങോട്ട് ചെല്ല്, എന്നിട്ടാവല്ലോ കറക്കം. അതോർത്ത് എന്റെ മോൻ ടെൻഷൻ അടിക്കണ്ട. ഈ വണ്ടി ഇതുപോലെ അങ്ങ് വെച്ച് പിടിച്ച എവിടം വരെ എത്തും അത് പറ. ഈ ഗിയറിലാണെങ്കിൽ മിനിമം ഒരു പാണ്ടിലോറിക്ക് അടിയിൽ വരെ എത്തും. പാണ്ടിലോറി എങ്കിൽ പാണ്ടിലോറി. ഇങ്ങെത്തിയോ? 3 ദിവസം മുമ്പ് നീ ഇങ്ങോട്ട് പോരുന്നു പറഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളിയത്. എന്നിട്ട് നീ ഇതെവിടെയായിരുന്നു? വിളിച്ചിട്ടാണ് കിട്ടുന്നില്ല. എങ്ങനെ കിട്ടാനാ? വാണനിരീക്ഷണമാണല്ലോ കൊച്ചുമകളുടെ ജോലി. ആകാശത്ത് റേഞ്ച് കിട്ടത്തില്ലല്ലോ മരുമകനെ. അതെ, ഔട്ട് ഓഫ് റേഞ്ചിലായിരുന്നു. ഡോക്ടറേറ്റ് കിട്ടിയ സന്തോഷത്തിൽ ഫ്രണ്ട്സുമായിട്ടൊന്ന് കറങ്ങി. എന്തായാലും പൈലറ്റായിട്ട് കൂടെ കൂട്ടിയത് ആ തലതിരിഞ്ഞവനെ ആയിരിക്കും. ട്രൈ ചെയ്തു, പക്ഷേ മഹാറാണി ബാറിൽ മിസ്സായി പോയി. ബാറിൽ മിസ്സായോ? അതെ, അവിടെ ആരെയോ കണ്ട് അനുഗ്രഹം മേടിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഓഹോ, ബാറിലൊക്കെ ഇപ്പൊ അനുഗ്രഹം കൊടുക്കുന്നുണ്ടോ? പിന്നെ അവന്റെ അമ്മ മഹാറാണിയിലെ സപ്ലയർ അല്ലേ, അനുഗ്രഹം കൊടുക്കാൻ. ഇനി ഇതിന്റെ പേരിൽ ആരും ആരുടെയും തലേ കയറാൻ നിൽക്കണ്ട. എനിക്കറിയാം എന്നാ വേണമെന്ന്. അത് തന്നെ. മോൾ അവന്റെ കാര്യത്തിൽ വിശദീകരിച്ച് സമയം കളയണ്ട. വന്ന വേഷം മാറ്റി വല്ലതും കഴിക്കാൻ നോക്ക്. മാറിക്കേ. ഇവിടുന്ന് സ്വർഗത്തിലേക്ക് 10 രൂപ ഓട്ടോ ചാർജ് കാണും. അത് ശരി. ഫാവി വധു മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് കൂർക്കം വലിച്ചു കിടന്നുറങ്ങിയ ഫാവി വരൻ കോണിപ്പടി വഴി ഓട്ടുംപുറത്തോട്ട് കയറേണ്ടി വരും എന്നെനിക്ക് ഇപ്പൊ മനസ്സിലായി. ഒച്ച വയ്ക്കാതിരി, ഇത് ഞാനാ. ദേ കണ്ടോ, കോയി ബിരിയാണി, നിന്റെ താന്തോന്നിയുടെ വക. പോയി വാതിൽ ഉറക്കടി, ബോംബെ ഹോട്ടലിനാ. ഈ പാതിരാത്രിയിൽ കോഴി ബിരിയാണിയോ? നീയും ഞാൻ പരിപ്പിച്ചാൽ ഏത് പാതിരാത്രിയും നമുക്ക് പട്ടപ്പകലാക്കാം. കഥകു തുറക്കൂ കുട്ടേ. Good morning, everybody. Good morning. Hello. Hello. Please be seated. Thank you. Take the documents. You know,
ഇറ്റ്സ് യുവർ ഷെയർ ഡോക്യുമെന്റ്സ്. കമ്പനിയുടെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ സൈൻ ചെയ്ത ഒറിജിനൽ ഡോക്യുമെന്റ്സ്. മേനോൻ സർ, ഒരു ചെറിയ മിസ്റ്റേക്ക്, അതുകൊണ്ടാണ് സെക്കൻഡ് പേയ്മെന്റ്. ഇറ്റ്സ് ഓക്കെ, ബട്ട് വൺ തിങ്, 3000 കോടിയാണ് ഈ പ്രോജക്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ്. അതിലേക്ക് 10 ഷെയർ ഹോൾഡേഴ്സ്. ആ 10-1 നിങ്ങളായത് എന്റെ ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ്. യെസ്, മിനിസ്റ്റർ അടക്കമുള്ള ഡിഗ്നിഫൈഡ് ഫാമിലിയിലെ ഒരു ബിസിനസ് ഗ്രൂപ്പ്. ഐ നോ മിസ്റ്റർ മേനോൻ. യു ഡോണ്ട് നോ മിനിസ്റ്റർ ദ പ്രസന്റ് സിറ്റുവേഷൻ. മറ്റുള്ള 9 ഷെയർ ഹോൾഡേഴ്സും അവരുടെ ഫുൾ പേയ്മെന്റ് അറ്റ് എനി ടൈം ഈ ഹാർബർ പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ കാരണം എനിക്ക് അവരെ ഹോൾഡ് ചെയ്യേണ്ടി വന്നാൽ അതിന്റെ പേരിലുണ്ടാവുന്ന നഷ്ടം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട 300 കോടിയേക്കാൾ അധികമായിരിക്കും. അതിന്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കണം. അതൊന്ന് അറിയിക്കാനാണ് ഞാൻ ഈ പേഴ്സണൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്. കമ്മിങ് മന്ത് 22 is the deadline. That's all. എക്സ്ക്യൂസ് മീ മാതാവേ, ഞാൻ റെഡി. ഹോ, എന്റെ പ്രാർത്ഥന മാതാവ് കേട്ടു. എന്നാത്തിനാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത എന്റെ അമ്മച്ചിക്ക് അത്യാവശ്യമായിട്ട് വെളിയിലോട്ട് പോണോന്ന് പറഞ്ഞത്? എന്റെ ലൊടക്ക് വണ്ടി മതിയോ അതോ വല്യമാവന്റെ ബെൻസ് എടുക്കണോ? രണ്ടും വേണ്ട, നടന്നു പോയാ മതി. അപ്പൊ പള്ളിയിലോട്ടായിരിക്കും. ആ, എന്നാ ഈ ദിവസം ഏതാന്നറിയോ നിനക്ക്? നിന്റെ അപ്പം മരിച്ചിട്ട് ഇന്നേക്ക് 25 കൊല്ലം തികയാ. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ നീയും വേണം എന്റെ കൂടെ. കൊള്ളാം. രാവിലെ എന്തോ പുണ്യകർമ്മം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞത് ഇതിനായിരുന്നു. അപ്പന്റെ ആത്മാവിന് വേണ്ടി പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ അമ്മച്ചി പോയാ മതി, ഞാനില്ല. അതെന്നെ നീ ഇല്ലാത്തെ? വർഷാവർഷം ഇന്നേ ദിവസം ഞാൻ നിന്നെ വിളിക്കുമ്പോഴൊക്കെ നിനക്ക് സൗകര്യം കിട്ടത്തില്ല. എനിക്ക് ഇന്നറിയണം നീ എന്നെ ഇല്ലാത്തേന്ന്. എനിക്ക് സൗകര്യപ്പെടുകയല്ല, അത്രേ ഉള്ളു കാര്യം. നടത്തം പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ആ കർമ്മം ചെയ്തിട്ടുണ്ട് ഒരുപാട്. അന്ന് എനിക്ക് അതിന്റെ അർത്ഥം അറിയാലായിരുന്നു. പിന്നെ ഊര് തണ്ടി തിരിച്ചു വന്നപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് പോയവർക്ക് വേണ്ടി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ എന്നെ കിട്ടുകയല്ല മച്ചി. നീ എന്നതാടാ പറഞ്ഞത്? നീ ജനിക്കുന്നതിന് മുൻപ് പോയ ആളല്ലാതെ നിന്റെ അമ്മയുടെ അടുത്തോട്ട് നിന്റെ അപ്പനാവാൻ വേണ്ടി വേറെ ആരെങ്കിലും കയറി വന്നോന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അങ്ങനെയാണെങ്കിൽ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരി അണച്ച് ഇതങ്ങോട്ട് അവസാനിപ്പിക്കും നിന്റെ അമ്മച്ചി. അമ്മച്ചി അവസാനിപ്പിക്കണ്ട, ഇത് ഞാൻ അവസാനിപ്പിച്ചോളാം. മതി ഇങ്ങനെ ഒരുക്കി തീരുന്നത്. എന്നതാടാ നീ ചെയ്തത്? ഇതോടെ തീർന്നടാ നിന്റെ അമ്മച്ചിക്ക് ഈ കുടുംബത്തിലുള്ള സ്ഥാനം. അധികപ്പറ്റ ഇനി നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വീട്ടിൽ വേണ്ട. നീ ഇറങ്ങണോ ഞാൻ ഇറങ്ങണോന്ന് ഇപ്പൊ തീരുമാനിക്കണം. ഞാൻ ഇറങ്ങിക്കോളാം. വീടും വിളക്കും ഇല്ലാതെ പണ്ട് ഞാനാണല്ലോ അമ്മച്ചി അധികപ്പറ്റായിട്ട് പടി ഇറങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ഇനി നീ ഈ വീടിന്റെ പടി ചവിട്ടിയേക്കരുത്. അതിന്റെ ദണ്ണം മരണം വരെ ഞാനങ്ങ് സഹിച്ചോളാം. ആശാനേ, ഇങ്ങെത്തിയോ? ഊവേ, ആ വാതിലൊന്ന് തുറന്ന മഹാത്മാവിന്റെ മുഖമൊന്ന് ദർശിക്കാമായിരുന്നു.
കാണാതെ വന്നപ്പോ എന്റെ കുട്ടിക്കുറുമ്പൻ ആശാനെ മറന്നു എന്ന് വിചാരിച്ചു. അങ്ങനങ്ങ് മറക്കാൻ പറ്റുകയല്ലോ. അതല്ലേ ഈ കൊച്ചുകുഞ്ഞിന്റെ ജന്മവിധി. ഭൂമിയിൽ ഒരു മകനും നിയോഗിക്കപ്പെടാത്ത അഗ്നി പരീക്ഷണം. ഇതെന്നാ? പെറ്റമ്മയുടെ വാത്സല്യം. ജീവിച്ചിരിക്കുന്ന അപ്പന്റെ ആത്മാവിലേക്കുള്ള വെളിച്ചം ഊതിക്കെടുത്തിയതിന്റെ പാരിതോഷികം. ഒരു കവളുടെ ബാക്കിയുണ്ട് ആശാനെ. ചെയ്തത് തെറ്റായി പോയെന്ന് തോന്നിയെങ്കിൽ ഇവിടുന്ന് ആകാം ഒരു തലോടൽ. അവള് നിന്നെ തല്ലിയോ? കൊച്ചു പ്രായത്തിൽ ഈ കൊച്ചുകുഞ്ഞിനെ അമ്മച്ചിയുടെ താരാട്ട് നല്ലതുപോലെ കേൾക്കാൻ പറ്റാതെ പോയതുകൊണ്ട് ഇതൊന്നും എനിക്ക് തല്ലല്ല ആശാനെ. താരാട്ട, ഈ താന്തോന്നിക്കുള്ള താരാട്ട്. എത്ര കുടിച്ചിട്ടുള്ളിലെ പുക കെട്ടടങ്ങുന്നില്ല. മതിയാക്കാൻ മേലെ ആ പാവത്തിനെ കൊണ്ടിങ്ങനെ വിഡ്ഢിവേഷം കെട്ടിക്കുന്നത്. അവസാനിപ്പിച്ചൂടെ ആശാനെ ഈ അജ്ഞാതവാസം? ഇരുതല എരിയുന്നൊരു വിളക്കിന്തിരിയായിട്ട് ഇങ്ങനെ സ്വയം കത്തിത്തീരാൻ എനിക്കിനി വയ്യ. പറയട്ടെ ഞാൻ അമ്മച്ചിയോട് ഈ സത്യം. മുഖത്ത് തല്ലി രണ്ടിൽ ഒരാൾ മതി ആ വീട്ടിലെന്ന് പറഞ്ഞ അമ്മച്ചി എന്നെ ഇറക്കി വിട്ടപ്പോ ഒരാവർത്തിയല്ല 1000 തവണ മനസ്സ് പറഞ്ഞു, കഥയറിയാതെ കരഞ്ഞു തീരുന്ന ആ പാവത്തിന്റെ കൈയും പിടിച്ച് ഈ മലയൊന്ന് കയറി വന്നാലോ. അരുത്, അരുത്. ഭർത്താവ് ജീവിച്ചിരിക്കെ വിധവയാകേണ്ടി വന്നവളാണ് എന്റെ കത്രീന. അവൾ ഇത്ര കാലം ഒഴുകിയ കണ്ണീരും കത്തിച്ച മെഴുകുതിരിയും ജീവിച്ചിരിക്കുന്ന ഭർത്താവിന്റെ ആത്മാവിന് വേണ്ടിയാണെന്നറിയുന്ന ആ നിമിഷം പിന്നതിന് മാപ്പില്ല. ഒരിക്കൽ ആ തറവാടിന്റെ പ്രതാപത്തിന് മുന്നിൽ തോറ്റുപോയവനാ ഞാൻ. ഇനിയും അത് ആവർത്തിച്ച പിന്നെ നിന്റെ അമ്മച്ച് കത്തിച്ചു വെച്ച മെഴുകുതിരിക്ക് അർത്ഥമുണ്ടാകും. നിനക്ക് പറയാം, ഉള്ളിലെ ദണ്ണം തീരുന്നത് വരെ ശപിക്കാം. കേൾക്കാൻ ഞാൻ അർഹനാ. എന്റെ കത്രീനെ ഇങ്ങോട്ടല്ല, ഞാൻ അങ്ങോട്ടാ കയറി വരേണ്ടത്. വരും. ഇനിയും ആ തറവാടിന്റെ പടി ചവിട്ടാൻ ഈ അപ്പൻ അർഹനാണെന്ന് കാണിക്കാൻ മാത്രം എന്റെ മകൻ വളർന്നു എന്ന് എനിക്ക് ബോധ്യമാകുന്ന ആ ദിവസം ഞാൻ വരും. ആശാനായിട്ടല്ല, നിന്റെ അപ്പനായിട്ട്. മതി ആശാനെ, എനിക്കിത് മതി. ഇനി കഥയും കണ്ണുനീരും ഒന്നും വേണ്ട. 1000 പ്രാവശ്യം എനിക്ക് തന്ന് മോഹിപ്പിച്ച ഈ ഉറപ്പ് ഒന്നുകൂടി പറഞ്ഞു കേൾക്കാനാ ഇങ്ങോട്ട് കയറി വന്നത്. ഇനി ആ ചോളം വാറ്റി ഐറ്റം വല്ലതും ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ ഓരോന്നൊഴിക്ക്, ഒന്നാറി തണുക്കാനാ. എന്നിട്ട് എനിക്ക് ആശാന്റെ മാസ്റ്റർ പീസ് ഒന്ന് കേൾക്കണം. എന്റെ അമ്മച്ചിയെ വഴിതെറ്റിച്ച, അല്ല നല്ല വഴിക്ക് നടത്തിച്ച ആ മാസ്റ്റർ പീസ്.